ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% സമുദ്രങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. ഈ സമുദ്രങ്ങളിലാണ് ഭൂമിയിലെ 97% ജലവുമുള്ളത്. എന്നുവെച്ചാൽ 130 കോടി ക്യൂബിക് കിലോമീറ്റേഴ്സിൽ കൂടുതൽ ജലം. കാലാവസ്ഥകളും ഋതുകാലങ്ങളും വാട്ടർ സൈക്കിളും സകല ആഹാര ശൃംഖലകളും അങ്ങനെ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളെയെല്ലാം ഏറ്റവും പ്രധാനമായി നിയന്ത്രിക്കുന്നത് ഈ സമുദ്രങ്ങളാണ്. എന്നാൽ ഈ സമുദ്രജലം മുഴുവൻ വെറുമൊരൊറ്റ സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായാലോ? എങ്കിൽ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഭൂമിയിലെ സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമായാൽ മറഞ്ഞിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി ദൃശ്യമാകും. അതാണ് സമുദ്രങ്ങളുടെ അടിത്തട്ട്. ഈ വിശാലമായ ഭൂപ്രകൃതി സമുദ്രത്തിന്റെ അടിത്തട്ടായിരുന്നുവെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. എന്തെന്നാൽ സമുദ്രങ്ങളുടെ അടിത്തട്ടെന്നത് ശൂന്യമായ പരന്ന പ്രതലമല്ല. വളരെ വലിയ പർവ്വതനിരകൾ, ആഴമേറിയ കുഴികൾ, അഗ്നിപർവ്വതങ്ങൾ, ക്ലിഫുകൾ, മലയിടുക്കുകൾ, സമതല പ്രദേശങ്ങൾ, അങ്ങനെ കരയിലുള്ള സകല സവിശേഷതകളും യഥാർത്ഥത്തിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടിലുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതനിരയുള്ളത് സമുദ്രത്തിനടിയിലാണ്. അതാണ് മിഡ് ഓഷൻ റിഡ്ജ്. ഇതിന് 65,000 കിലോമീറ്റേഴ്സിൽ കൂടുതൽ നീളമുണ്ട്. ഓർക്കുക, ആൻഡീസ് ആണ് കരയിലെ ഏറ്റവും വലിയ പർവ്വതനിര. പക്ഷേ ഇതിന് പോലും വെറും 7,000 കിലോമീറ്റർ നീളമേ ഉള്ളൂ. എന്തായാലും സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമാകുമ്പോൾ അസാമാന്യ വലിപ്പമുള്ള അതിവിശാലമായ ഈ ഭൂപ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഭൂപ്രദേശത്തിൽ വലിയ മരങ്ങളും പച്ചപ്പും നിറഞ്ഞ കാടുകളൊന്നും ഉണ്ടായിരിക്കില്ല. പ്രത്യക്ഷത്തിൽ ഒരു വലിയ മരുഭൂമി പോലെ കിടക്കും. ഇത് ഏറ്റവും ആദ്യം ബാധിക്കാൻ പോകുന്നത് സ്വാഭാവികമായും സമുദ്രജീവികളെ ആയിരിക്കും. കാരണം സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമാകുമ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയും കൂടെയാണ് അപ്രത്യക്ഷമാകുന്നത്. ഭൂമിയിലെ മൊത്തം മൃഗങ്ങളുടെയും ഭാരത്തിൽ 78% സമുദ്രജീവികളുടേതാണ്. സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമാകുമ്പോൾ പിന്നെ ഈ ജീവികൾക്ക് പോകാൻ മറ്റൊരിടമില്ല. അവർക്ക് ഒരു വിധത്തിലും എസ്കേപ്പ് ചെയ്യാനുമാകില്ല. ഓക്സിജൻ ഇല്ലായ്മയും ഡീഹൈഡ്രേഷനുമൊക്കെ കാരണം ഏകദേശം എല്ലാ സമുദ്രജീവികളും മിനിറ്റുകൾ മുതൽ ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെടും. തിമിംഗലങ്ങളെ പോലെ ഭീമാകാരമായ ജീവികൾക്ക് നിലനിൽക്കാൻ സമുദ്രജലത്തിന്റെ സമ്മർദ്ദം ആവശ്യമാണ്. അതില്ലാതായാൽ സ്വന്തം ഭാരം താങ്ങാനാകാതെ തന്നെ അവയെല്ലാം ഞെരിഞ്ഞമരും. സമുദ്രത്തിലെ മൊത്തം ജീവന്റെയും ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് കോറൽ റീഫ്സ്. പക്ഷേ ജലം മുഴുവൻ അപ്രത്യക്ഷമാകുന്നതോടെ കോറൽ റീഫ്സും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകും. ആഴക്കടലിൽ ജീവിക്കുന്ന സകല മൃഗങ്ങളും തീവ്രമായ സമ്മർദ്ദ വ്യത്യാസവും സൂര്യപ്രകാശവുമൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിനാൽ മിനിറ്റുകൾ കൊണ്ട് അവയൊക്കെ മരിക്കും. പക്ഷേ ആ മിനിറ്റുകൾ അത്രയും അവ നരകതുല്യമായ വേദന അനുഭവിക്കും. അപൂർവം ചില ജീവികൾ കുറച്ച് ദിവസങ്ങളോളം അതിജീവിക്കുമായിരിക്കും. എന്നാൽ അവസാനം ചില സൂക്ഷ്മജീവികളല്ലാതെ മറ്റൊരു സമുദ്രജീവികളും ഈ ദുരന്തത്തെ അതിജീവിക്കില്ല. പക്ഷെ ഇത് സമുദ്രജീവികളെ മാത്രമല്ല ബാധിക്കുന്നത്. സമുദ്രങ്ങൾ എന്നത് വലിയ ജലസംഭരണികൾ മാത്രമല്ല, അവ ഭീമാകാരമായ താപനില സംഭരണികളും കൂടെയാണ്. സമുദ്രജലം സൂര്യനിൽ നിന്ന് വലിയ അളവിൽ ഊർജം അബ്സോർബ് ചെയ്യുകയും സമുദ്ര ജലപ്രവാഹങ്ങൾ വഴി ആ ഊർജത്തിനെ ഭൂമിക്ക് ചുറ്റും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമുദ്രങ്ങൾ ഒരു ആഗോള താപ നിയന്ത്രണ സംവിധാനമായി പ്രവർത്തിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും തുല്യമായ അളവിലല്ല സൗരോർജം ലഭിക്കുന്നത്. അത് കാരണം ഉണ്ടാകേണ്ട തീവ്രമായ താപനില വ്യത്യാസങ്ങളെ ശരിയാക്കുന്നത് യഥാർത്ഥത്തിൽ സമുദ്രജലമാണ്. അതുപോലെ വ്യത്യസ്തമായ ഋതുകാലങ്ങളിലും താപനിലയെ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്നത് സമുദ്രങ്ങളാണ്. ഉദാഹരണത്തിന് ഉള്ളിലോട്ടുള്ള സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീരപ്രദേശത്തുള്ള സിറ്റികളിൽ പകലിന്റെയും രാത്രിയുടെയും താപനില തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. വേനൽക്കാലത്തിന്റെയും തണുപ്പുകാലത്തിന്റെയും താപനില തമ്മിലും വലിയ വ്യത്യാസം കാണില്ല. എന്നാൽ ഉള്ളിലോട്ടുള്ള സിറ്റികളിലാണെങ്കിൽ ഈ താപനിലകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമായാൽ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താപനില സംഭരണിയും കൂടെയാണ് നഷ്ടമാകുന്നത്. ജലത്തെ അപേക്ഷിച്ച് നിലം കൂടുതൽ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യും. അനന്തരഫലമായി എല്ലായിടത്തും താപനില വ്യത്യാസങ്ങൾ വളരെ തീവ്രമാകും. പുതുതായി രൂപം കൊണ്ട ഭൂപ്രദേശത്തിന്റെ കാര്യം മാത്രമല്ല ഈ പറഞ്ഞത്. ഭൂമിയുടെ മൊത്തം അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പകലും രാത്രിയും തമ്മിലുള്ള താപനിലയുടെ വ്യത്യാസം എല്ലായിടത്തും ഇന്നത്തേതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാട്ടർ സൈക്കിളാണ്.
അതായത് ഉപരിതലത്തിലെ ജലം നീരാവിയാവുകയും അത് അന്തരീക്ഷത്തിലെത്തി മേഘങ്ങൾ രൂപം കൊള്ളുകയും ശേഷം മഴയായിട്ടും മഞ്ഞായിട്ടും തിരിച്ച് ഉപരിതലത്തിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യും. ഇതാണ് വാട്ടർ സൈക്കിൾ. ഈ വലിയ സൈക്കിൾ ജലത്തെ നിരന്തരം ഗ്രഹത്തിന് ചുറ്റും എത്തിക്കും. ഇങ്ങനെ വാട്ടർ സൈക്കിൾ സംഭവിക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ ജലാംശം എത്തണം. ഈ ജലാംശത്തിന് നിരവധി സ്രോതസ്സുകളുണ്ട്. എന്നിരുന്നാലും ഏറ്റവും വലിയ സ്രോതസ് സമുദ്രങ്ങളാണ്. അന്തരീക്ഷത്തിലെ ജലാംശത്തിൽ 90% യഥാർത്ഥത്തിൽ സമുദ്രങ്ങളിൽ നിന്ന് മാത്രം എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സമുദ്രജലം മുഴുവൻ അപ്രത്യക്ഷമാകുമ്പോൾ വാട്ടർ സൈക്കിളിന് ആവശ്യമായ ജലാംശം അന്തരീക്ഷത്തിൽ എത്താതെയാകും. അങ്ങനെ വാട്ടർ സൈക്കിൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് അന്തരീക്ഷം വളരെ വരണ്ടതായി മാറും. ഇത് ഭൂമിയിലുടനീളം ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായും പ്രധാനമായി ബാധിക്കുന്നത് മഴയെ ആയിരിക്കും. 90% മഴയും ഇല്ലാതാകും. അനന്തരഫലമായി കാലക്രമേണ ഒട്ടുമിക്ക നദികളും തടാകങ്ങളുമൊക്കെ ചുരുങ്ങാൻ തുടങ്ങും. മണ്ണ് മുഴുവൻ വരണ്ടതായി മാറും. അപ്പോൾ വെറ്റ്ലാൻഡ്സ്, അതായത് ചതുപ്പ് പ്രദേശങ്ങളൊക്കെ പതിയെ അപ്രത്യക്ഷമാകും. വെറ്റ്ലാൻഡ്സ് എന്നത് കരയിലെ ഒട്ടുമിക്ക ആവാസ വ്യവസ്ഥകൾക്കും വളരെ വളരെ സുപ്രധാനമാണ്. കടുവകൾ, മാനുകൾ, കരടികൾ, ആയിരക്കണക്കിന് പക്ഷിവർഗങ്ങൾ എന്നിങ്ങനെ കരയിലെ 40% ജീവിവർഗങ്ങൾ പൂർണ്ണമായും ചതുപ്പ് നിലങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്. വെറ്റ്ലാൻഡ്സ് ഒക്കെ ഇല്ലാതെയായാൽ ഈ ജീവികൾക്കെല്ലാം പൂർണ്ണമായും വംശനാശം സംഭവിക്കും. ഇത് വെറ്റ്ലാൻഡ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്. വെറ്റ്ലാൻഡ്സിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന സമീപമുള്ള വനങ്ങളും പുൽപ്രദേശങ്ങളും ഒക്കെ പൂർണ്ണമായും തകരും. അവിടെയുള്ള ജീവിവർഗങ്ങൾക്കും ചിലപ്പോൾ വംശനാശം സംഭവിക്കും. വെറ്റ്ലാൻഡ്സിലെ സസ്യങ്ങൾക്ക് മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള ശക്തവും സങ്കീർണവുമായ വേരുകളുണ്ട്. എന്നാൽ വെറ്റ്ലാൻഡ്സ് ഇല്ലെങ്കിൽ ഈ വേരുകളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീവ്രമായ മണ്ണൊലിപ്പുകൾ ഉണ്ടാകും. വെറ്റ്ലാൻഡ്സ് പ്രകൃതിയുടെ വലിയ സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് വലിയ മഴ പെയ്യുമ്പോൾ ആ ജലമെല്ലാം അബ്സോർബ് ചെയ്യും. എന്നാൽ വെറ്റ്ലാൻഡ്സ് എല്ലാം ഇല്ലാതാകുന്നതോടെ ഈ ജലം മുഴുവൻ ചുറ്റും വ്യാപിക്കും. അങ്ങനെ പലയിടത്തും കാര്യമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും. വരണ്ട കാലാവസ്ഥകളിൽ വെറ്റ്ലാൻഡ്സ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലം പതിയെ റിലീസ് ചെയ്യാറുണ്ട്. അതിനാൽ വെറ്റ്ലാൻഡ്സ് ഇല്ലാതായാൽ വരൾച്ചയിൽ ആശ്വാസമേകാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ജലത്തെ ശുദ്ധീകരിക്കുന്ന പ്രകൃതിയുടെ ഒരു സംവിധാനവും കൂടെയാണ് വെറ്റ്ലാൻഡ്സ്. ഭൂമിയുടെ കിഡ്നീസ് എന്നാണ് വെറ്റ്ലാൻഡ്സിനെ വിശേഷിപ്പിക്കുന്നത് പോലും. അതിനാൽ വെറ്റ്ലാൻഡ്സ് ഇല്ലെങ്കിൽ പിന്നെ മാലിന്യവും വിഷാംശവും നിറഞ്ഞ ജലമായിരിക്കും നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്. വെറ്റ്ലാൻഡ്സിൽ വൻതോതിൽ കാർബണുമുണ്ട്. വെറ്റ്ലാൻഡ്സ് വറ്റിപ്പോയാൽ ഈ കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡയോക്സൈഡായി മാറും. അതിലൂടെ ഏതാണ്ട് 70,000 കോടി ടൺ അളവിലുള്ള കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും അന്തരീക്ഷത്തിലെത്തുന്നത്. എന്നാൽ കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. അതിനാൽ ആഗോള താപനില ഏതാണ്ട് 1.5 ഡിഗ്രി സെൽഷ്യസോളം ഉയരും. അതൊരു വലിയ കാര്യമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നില്ല. എന്നാൽ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളെയൊക്കെ അടിമുടി മാറ്റാൻ ഇത്രയും ചെറിയ വ്യത്യാസം തന്നെ ധാരാളമാണ്. നൂറ്റാണ്ടിൽ 1-2 തവണ മാത്രം സംഭവിക്കേണ്ട തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ പിന്നെ എല്ലായ്പ്പോഴും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. കാലക്രമേണ സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെയും സദേൺ യൂറോപ്പിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും ഒക്കെ വളരെ വലിയ ഭാഗങ്ങൾ മുഴുവൻ പൂർണ്ണമായും വരണ്ട മരുഭൂമികളായി മാറും. താപനില ഉയരുന്നതിനനുസരിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള പെർമാഫ്രോസ്റ്റും ഉരുകാൻ തുടങ്ങും. ഈ പെർമാഫ്രോസ്റ്റിൽ നിന്നും കാർബൺ ഡയോക്സൈഡും മീഥെയ്നും ഒക്കെ പോലെയുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങൾ വീണ്ടും വളരെ വലിയ തോതിൽ അന്തരീക്ഷത്തിലെത്തും. അപ്പോൾ ആഗോള താപനില വീണ്ടും ഉയരും. അങ്ങനെ ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു വലിയ സൈക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ച് ഭൂമി വീനസിനെ പോലെയായി മാറുമെന്ന് കരുതരുത്. കെമിക്കൽ വെതറിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങൾ അമിതമായി വരുന്ന കാർബണിനെ അബ്സോർബ് ചെയ്യും. അതിനാൽ ഒരു പരിധി കഴിയുമ്പോൾ ഇങ്ങനെ ആഗോള താപനം കൂടുന്നത് നിലയ്ക്കും. പക്ഷെ അപ്പോഴേക്കും ഭൂമി വളരെ ചൂട് കൂടിയ തീവ്രമായ കാലാവസ്ഥകളുള്ള ഒരു ലോകമായി മാറിയിട്ടുണ്ടാകും. തീവ്രമെന്ന് വെച്ചാൽ ഉപരിതല താപനില ചിലപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തും. ഓർക്കുക, നിലവിലത്തെ ഭൂമിയുടെ ശരാശരി താപനില എന്നത് വെറും 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്രത്തോളം തീവ്രമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭയാനകമായ താപനിലയും വരൾച്ചയും ഒക്കെ കാരണം നല്ലൊരു ശതമാനം സസ്യജാലങ്ങളും നശിച്ചു പോകും. അവശേഷിക്കുന്നവയാണെങ്കിൽ ജലമില്ലാതെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഉണങ്ങിയ സസ്യങ്ങളിൽ പെട്ടെന്ന് തീ പിടിക്കും. അങ്ങനെ പലയിടത്തും കടല് പോലെ വ്യാപിച്ചു കിടക്കുന്ന തീവ്രമായ കാട്ടുതീ പടരും. അതും കൂടെ ആകുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന ബാക്കി സസ്യജാലങ്ങൾക്കും വംശനാശം സംഭവിക്കും. എല്ലാത്തിന്റെയും അനന്തരഫലമായി അവസാനം 95% കൂടുതൽ സസ്യജാലങ്ങളും ഭൂമുഖത്തു നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാകും. നിർഭാഗ്യവശാൽ ഏകദേശം എല്ലാ ആഹാര ശൃംഖലകളുടെയും ഏറ്റവും അടിസ്ഥാനം എന്നത് സസ്യജാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സകല ആവാസ വ്യവസ്ഥകളിലെയും ആഹാര ശൃംഖലകൾ പൂർണ്ണമായും തകരും. ആഹാര ശൃംഖലകൾ തകരുമ്പോൾ അനന്തരഫലമായി കരയിലെ 99% മൃഗങ്ങളും ചത്തൊടുങ്ങും.
ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭൂമിയിൽ ഒരു മഹാവംശനാശം അരങ്ങേറും. ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാവംശനാശം. അങ്ങനെയെങ്കിൽ ഈ മഹാവംശനാശത്തിനെ മനുഷ്യർ അതിജീവിക്കുമോ? സമുദ്രജലം മൊത്തം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും സമുദ്രത്തിലുണ്ടായിരുന്ന സകല കപ്പലുകളും ബോട്ടുകളുമെല്ലാം ആ ക്ഷണം തന്നെ നേരെ താഴെ വന്ന് വീണ് തകർന്നു പോകും. അവരെല്ലാം ഉടൻ തന്നെ കൊല്ലപ്പെടും. കരയുടെ ഏറ്റവും സമീപത്ത് നിൽക്കുന്നവര് ചിലപ്പോൾ അതിജീവിക്കുമായിരിക്കും. എന്നാൽ ഉൾക്കടലിന് പല കിലോമീറ്റേഴ്സ് ആഴമുണ്ട്. അത്രയും ഉയരത്തിൽ നിന്ന് വന്ന് വീഴുന്ന ആരും എന്തായാലും അതിജീവിക്കില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവരെല്ലാം ചമ്മന്തിയാകും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നമേ അല്ല. ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. സമുദ്രജലം കോണ്ടിനെന്റൽ ഷെൽഫുകളിലേക്ക് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ ജലം മുഴുവൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഈ സമ്മർദ്ദവും കൂടെയാണ് നഷ്ടമാകുന്നത്. അപ്പോൾ കോണ്ടിനെന്റൽ ഷെൽഫിൽ പ്രവർത്തിക്കുന്ന സമ്മർദ്ദത്തിലും ഭാരവിതരണത്തിലും പെട്ടെന്ന് വലിയൊരു മാറ്റമുണ്ടാകും. അനന്തരഫലമായി കോണ്ടിനെന്റൽ ഷെൽഫുകളുടെ അതിര് മുഴുവൻ തീരെ അൺസ്റ്റേബിൾ ആകും. അത് കാരണം ലോകമെമ്പാടും തീവ്രമായ ഭൂചലനങ്ങൾ ഉണ്ടായേക്കാം. ഈ ഭൂചലനങ്ങൾ കാരണം ചിലപ്പോൾ വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ മുഴുവൻ ഭയാനകമായ ലാൻഡ് സ്ലൈഡ്സും ഉണ്ടാകാം. പല ദിവസങ്ങൾ മുതൽ ചിലപ്പോൾ ആഴ്ചകളോളം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് കാരണം പല കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെടും. ഇതിനുശേഷം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് ആഹാരത്തിന്റെ ദൗർലഭ്യതയാണ്. കോടിക്കണക്കിന് പേരാണ് മറൈൻ ഫുഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആഹാര ശൃംഖല പൂർണ്ണമായും തകരുന്നത് കാരണം വളരെ വേഗം തന്നെ മറ്റ് ആഹാര സ്രോതസ്സുകളും നശിക്കും. അനന്തരഫലമായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോകം മുഴുവൻ തീവ്രമായ പട്ടിണിയിലാകും. ഈ പട്ടിണി വീണ്ടും കുറേ മനുഷ്യരുടെ ജീവനെടുക്കും. വളരെ ചെറിയ അളവിൽ മാത്രം മഴ കിട്ടുന്നതിനാൽ പിന്നീട് കൃഷി ചെയ്യുന്നതും വളരെ വലിയ വെല്ലുവിളിയായി മാറും. കാലക്രമേണ ശുദ്ധജലവും കുറയാൻ തുടങ്ങും. പിന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് മിക്കവാറും ശുദ്ധജല സ്രോതസ്സുകളായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ലോകം മുഴുവൻ ശുദ്ധജല സ്രോതസ്സുകൾക്ക് വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്യും. ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധം തന്നെ ഉണ്ടായേക്കാം. ഈ യുദ്ധങ്ങൾ കാരണം വീണ്ടും കോടിക്കണക്കിന് പേര് കൊല്ലപ്പെടും. പല വർഷങ്ങൾ കഴിയുമ്പോൾ ആഗോളതലത്തിൽ സംഭവിക്കുന്ന കാട്ടുതീകൾ കാരണം അന്തരീക്ഷം മുഴുവൻ ടോക്സിക് ആയ വാതകങ്ങളും ചാരങ്ങളും കൊണ്ട് നിറയും. അതിനാൽ കൃത്യമായ മാസ്കുകളില്ലാതെ ശ്വസിക്കുന്നത് പോലും ബുദ്ധിമുട്ടാകും. ശ്വസനം മാത്രമല്ല പ്രശ്നം, 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ആന്തരികാവയവങ്ങൾക്കൊന്നും ഈ ചൂടിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് കൃത്യമായ സ്യൂട്ടുകളില്ലാതെ പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ല. പല വർഷങ്ങളോളം കാലം വരെ ഈ ചൂട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചൂട് മാറിയാലും ഉപരിതലത്തിൽ നോർമലായി ജീവിക്കാൻ പറ്റില്ല. എന്തെന്നാൽ ഉപരിതലം മുഴുവൻ നേരത്തെ കത്തിയെരിഞ്ഞ സകലത്തിന്റെയും ചാരം നിറഞ്ഞു കിടക്കും. ഈ ചാരം ആകാശത്തിലും നിറയും. അത് കാരണം ഉപരിതലത്തിൽ പിന്നെ കുറെ കാലം കൃത്യമായി സൂര്യപ്രകാശം കിട്ടില്ല. അനന്തരഫലമായി ഭൂമിയിൽ പെട്ടെന്നൊരു ഐസേജ് ഉണ്ടാകും. ചിലപ്പോൾ പല നൂറ്റാണ്ടുകളോളം കാലം വരെ ഇങ്ങനെ തുടരുമായിരിക്കും. എല്ലാത്തിന്റെയും അനന്തരഫലമായി ഏകദേശം 1 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ലോകത്തിൽ 0.001% മനുഷ്യര് പോലും ബാക്കിയുണ്ടായിരിക്കണമെന്നില്ല. അതായത് ചിലപ്പോൾ 1,00,000 മനുഷ്യർ പോലും കാണില്ല. അവശേഷിക്കുന്ന മനുഷ്യരെല്ലാം ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലായിരിക്കും ജീവിക്കുന്നത്.